സിംഗിൾ ഫ്ലോറിൽ ഒരു നിലയിലായി 4 റൂമുകളോട് കൂടിയ വീടിൻ്റെ പ്ലാനും 3D എലിവേഷനുമാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, ഫാമിലി ലിവിംഗ്, 4 റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടി കിച്ചൺ വർക്കിയോട് കൂടിയാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലുപ്പമുള്ള എൽ ഷേപ്പിലുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയയാണ് നൽകിയിരിക്കുന്നത്. 1.5 മീറ്റർ വീതി നൽകി റൈറ്റ് സൈഡിൽ 180 സെൻറ്റിമീറ്റർ വരാന്ത സ്പേസും നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ കാർ പോർച്ചും അറ്റാച്ച്ഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. യു ഷേപ്പിലായി 6 സീറ്ററോട് കൂടിയ ലിവിംഗ് അറേഞ്ച്മെൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. 400x340 സെൻറ്റിമീറ്ററാണ് നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഫാമിലി ലിവിംഗ് സ്പേസിലാണ്. ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പേസിൽ എൽ ഷേപ്പിലായി 5 സീറ്ററോട് കൂടിയ സോഫ അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായി ഒരു TV യൂണിറ്റും നൽകിയിരിക്കുന്നു. ഫോമൽ ലിവിങ്ങിൽ TV യൂണിറ്റ് ഇല്ലാതെ സീറ്റിംഗ് സ്പേസാണ് കൂടുതലായി നൽകിയിരിക്കുന്നത്. എന്നാൽ ഫാമിലി സ്പേസിൽ ഒരു TV യൂണിറ്റ് അറേഞ്ച്മെൻറ്റും നൽകിയിരിക്കുന്നു. ഈ ഒരു ഫാമിലി സ്പേസിൽ നിന്നും റൈറ്റ് സൈഡിലായി ഡൈനിങ് ഏരിയയും അതിൻ്റെ ഫ്രണ്ടിലായി തന്നെ കിച്ചൺ വിത്ത് വർക്ക് ഏരിയ സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഒരു ഡൈനിങ് റൂം അത്യാവശ്യം വലുപ്പമുള്ള 360x470 സെൻറ്റിമീറ്ററിൻ്റെ ഡൈനിങ് സ്പേസാണ് നൽകിയിരിക്കുന്നത്. ഈ ഡൈനിങ്ങിൽ നിന്നും വ്യൂ കിട്ടാവുന്ന തരത്തിൽ ഒരു എക്സ്റ്റീരിയർ കോർട്ട്യാർഡും നൽകിയിരിക്കുന്നു. ഈ ഒരു എക്സ്റ്റീരിയർ കോർട്ട്യാർഡ് ഔട്ടർ ക്ലോസ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ കോർട്ട്യാർഡായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് 4 ബെഡ്റൂമാണ്. അതിൽ ഫ്രണ്ടിലെ ബെഡ്റൂം അത്യാവശ്യം വലുപ്പമുള്ള 13x11 ഫീറ്റിൻ്റെ ബെഡ്റൂം സ്പേസാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായി ഒരു ഡ്രസ്സിംഗ് സ്പേസും നൽകിയിരിക്കുന്നു. 2 ഡോറോട് കൂടിയ വാർഡ്രോബ് സ്പേസ് നൽകുകയാണെങ്കിൽ ഈ ഒരു ഡ്രസ്സിംഗ് സ്പേസിൽ തന്നെ നൽകാവുന്നതാണ്. ഈ ഒരു റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വീതി കുറഞ്ഞ് നീളം കൂടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം സെയിം സൈസിൽ തന്നെ 13x12 ഫീറ്റിലാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള മുന്നിലത്തെ ബെഡ്റൂമിനേക്കാളും 1 ഫീറ്റ് ലെങ്ത് വൈസ് വലുതായിട്ടുള്ളൊരു റൂം സ്പേസാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു റൂമിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിൽ വീതി കുറഞ്ഞ് നീളം കൂടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നെക്സ്റ്റ് 2 റൂം ബാക്ക് സൈഡിലായി ഒരു റൂം മാസ്റ്റർ ബെഡ്റൂമായി 14x12 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ളൊരു മാസ്റ്റർ ബെഡ്റൂം സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ റൂമിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അത്യാവശ്യം നീളം കുറഞ്ഞ് വീതി കൂടിയ ടൈപ്പിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 4ാമത്തെ റൂം 11x12 ഫീറ്റിൻ്റെ റൂം സ്പേസാണ് നൽകിയിരിക്കുന്നത്. ഈ റൂമിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു. ഡൈനിങ്ങിൻ്റെ ബാക്ക് സൈഡിലായി ഓപ്പൺ കിച്ചണോ അല്ലെങ്കിൽ ക്ലോസ്ഡ് കിച്ചണോ നൽകാവുന്ന തരത്തിൽ 1 സീറ്ററോട് കൂടി ഒരു കൗണ്ടർ സ്പേസ് നൽകി ഓപ്പൺ കിച്ചൺ മോഡലായിട്ടും കിച്ചൺ ഡിസൈൻ ചെയ്യാവുന്നതാണ്. കിച്ചൺ അത്യാവശ്യം വലുപ്പമുള്ള വീതി കുറഞ്ഞ നീളം കൂടിയ ടൈപ്പിലാണ് നൽകിയിരിക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ സ്പേസും ഈസ്റ്റ് ഫേസ് ചെയ്ത് സ്റ്റൗ സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഒരു പ്ലാനിൽ ക്ലോസ്ഡ് കിച്ചണായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്തായി ഒരു ഫയർ സ്പേസോട് കൂടിയ വർക്കിംഗ് സ്പേസും വർക്ക് ഏരിയ സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഒരു വർക്ക് ഏരിയ സ്പേസിൽ നിന്നും ഒരു സ്റ്റോർ റൂം അത്യാവശ്യം നീളം കൂടിയ ഒരു സ്റ്റോർ റൂം സ്പേസ് തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ്ങിൽ നിന്നും വ്യൂ കിട്ടാവുന്ന തരത്തിലൊരു വാഷ് ബേസിനും വിത്ത് കോമൺ ടോയ്ലറ്റ് സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത ഒറ്റ ഫ്ലോറിൽ കൊളോണിയൽ സ്റ്റൈലിലായി ഫുള്ളി സിംഗിൾ ഫ്ലോർ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 2200 സ്ക്വയർ ഫീറ്റ് ആണ്. 4 റൂമുകൾ കൂടിയ ഈ ഒരു ഒറ്റ ഫ്ലോറിലായിട്ടുള്ള ഈ ഒരു വീട് ഫുൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി 45 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റേറ്റിന് ഫുൾ ഫിനിഷ് ചെയ്യണമെങ്കിൽ ഫുൾ കോൺട്രാക്റ്റ് അല്ല, വർക്ക് കോൺട്രാക്റ്റ് നൽകി മെറ്റീരിയൽ ക്ലയൻറ്റ് നൽകി ചെയ്യുകയാണെങ്കിലാണ് ഈ ഒരു റേറ്റിന് ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു വീടിൻ്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി കണ്ടംപററി സ്റ്റൈലിൽ സ്ട്രക്ചർ വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ടോപ്പിലായി ഒരു സിറ്റിംഗ് സ്പേസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ബാക്കിലെ ഓപ്പൺ ടെറസിൽ നിന്നും ചെറിയൊരു ഡോർ നൽകി ഒരു ടെൻറ്റ് മോഡലായിട്ടുള്ള ഒരു ഈവനിങ്
സ്പേസ് ആയിട്ട് ഓപ്പൺ ടെറസിൽ കൂടെ ഇറങ്ങാവുന്ന തരത്തിലുള്ളൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് അവിടെ നൽകിയിരിക്കുന്നത്. അതാണ് ഫ്രണ്ടിലായിട്ടൊരു ഫുൾ ഗ്ലാസ് വിൻഡോ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് റൂമിൻ്റെ ടോപ്പിലായി ഒരു ഡമ്മി സ്ലോ പ്രൂഫും റൈറ്റ് സൈഡ് സിറ്റ് ഔട്ടിൻ്റെ ടോപ്പിലായി കാർ പോർച്ചിൻ്റെ ടോപ്പിലായും ഒരു ഡമ്മി സ്ലോ പ്രൂഫും 2 കിളിവാതിലും നൽകിയിരിക്കുന്നു. ഈ ഒരു വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ ആ ഒരു സിറ്റ് ഔട്ടിൻ്റെ ടോപ്പിലുള്ള ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്.